after years of war. No one could stand between my men and home. പിന്നെ സ്പൈഡർമാനകത്ത് വില്ലാണെന്ന് ചോദിച്ചേ. അല്ല, നായകൻ. സ്പൈഡർമാൻ നായകൻ. Not even me. Promise me you will come back. What if I can't? ഇയാളുടെ സിനിമയില് ഇടുന്ന ആൾക്കാരുടെ ലിസ്റ്റില്ലേ, അത് മിക്കവാറും സമയങ്ങളിൽ എല്ലാ പടത്തിന്റെ അതും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ ആദ്യം കാണിച്ച പെണ്ണ്, അവളുടെ പേര് മറന്നുപോയി, അവളെ റിപ്പീറ്റ്. അത് തന്നെ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആ സംശയം എന്ന് പറഞ്ഞാൽ നായകൻ പിന്നെ ഈ പടം എന്തിനെ ബേസ് ചെയ്താണ്? എന്തോ ഇത് ഭയങ്കരമായിട്ട് റെക്കോർഡ് സെയിലൊക്കെ നടന്നു പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഈ ട്രെയിലറിൽ ഇറങ്ങിയ അറിഞ്ഞില്ല. എന്റെ കസിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി നോക്കിയത്. അല്ല, ഇതിന്റെ സെയിലില് ഓൾറെഡി കഴിഞ്ഞു. അതെ, റെക്കോർഡ് സെയിൽ എന്ന് വെച്ചാൽ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രീ ടിക്കറ്റ് സെല്ല് ചെയ്തു എന്ന് ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത് എന്നോട്, അങ്ങനെ ഒരു സംഭവം നടന്നു. ഹിസ്റ്ററി അല്ലാണോ? ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പണ്ടത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതിന്റെ ഒക്കെ ട്രെയിലറിന്റെ പ്രശ്നം ഇതായിരിക്കും. സിനിമ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. ഒരു ഡങ്കർക്ക് ഫീൽ ഒക്കെ തോന്നുന്നു, കുറച്ച് ലാഗാന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടെ അടുത്തുള്ള പീരീഡ് അല്ലേ അത്. ഇത് പക്ഷെ പക്ഷെ ഇതിനകത്ത് എന്തൊരു വലിയൊരു എന്നാ പറയണ്ട, ഒരു ഭയങ്കര ഒരു വലിയൊരാളെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം കാണിച്ചിട്ടുള്ള. അങ്ങനെ പിന്നെ അത് നോർമൽ മനുഷ്യന്മാരെക്കാട്ടും കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള ഒരാളെ കാണിച്ചില്ലേ? അത് ശരി. അവിടെയാണ് മറ്റേ എന്തോ ഇതൊരു മിത്തോളജിയോ, അതായത് ഗ്രീക്ക് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കഥയാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അതായിരിക്കും. എന്നെ നടത്തില്ല. അതിന്റെ ഒരു നോർമൽ മനുഷ്യന്മാരെക്കാട്ടിലും വലിപ്പമുള്ള ഒരാളെ കാണിച്ചോടെ എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ ശരിക്കും കാണത്തില്ല, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. സെർച്ച് ചെയ്തില്ല, റിസർച്ച് ചെയ്താൽ അറിയത്തുള്ളൂ. എന്നിറങ്ങുന്നേ 17-ാം തീയതി, അടുത്ത മാസം. പിന്നെ എന്തോ ഈ ക്രിസ്റ്റഫർ നോളന്റെ ഈ ട്രെയിലർ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ എപ്പോഴും നമുക്ക് എന്നാ, എനിക്ക് ആ സിനിമയെക്കാളും ഇഷ്ടം പുള്ളിക്ക് എന്തോ പറയാനുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പുള്ളിക്ക് എന്തോ, എനിക്ക് അങ്ങനെ ചില ഡയറക്ടർമാരും ചില റൈറ്റേഴ്സും ഉണ്ട്. ഇപ്പൊ മലയാളത്തിൽ മുരളീഗോപിയുടെ സിനിമയ്ക്കകത്ത് അങ്ങനെ ഉണ്ട്. പുള്ളിക്ക് നമ്മുടെ സിനിമ കാണുമ്പോൾ പുള്ളിക്ക് എന്തോ പറയാനുള്ള, അല്ലെങ്കിൽ പുള്ളി എന്തോ ഒരു നിഗൂഢത ഒളിച്ചിരിക്കുന്ന ഒരു ഫീൽ വരും നമുക്ക്. അത് മറ്റേ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. അതായത് പുള്ളിയുടെ സിനിമയ്ക്ക് എപ്പോഴും 2 ലെയർ ഉണ്ടെന്ന്, അതായത് 2-3 ലെയറുകളാണ്. അതേ മോഡായിരിക്കും നീ ഉദ്ദേശിച്ചത്. അതുപോലെ നമുക്ക് തോന്നുന്നു, അതൊരു ഇല്യൂഷൻ പോലെ. പുള്ളി ചെയ്യുമ്പോ ആ കഥയ്ക്കകത്തു തന്നെ നമുക്ക് എന്തോ ഒരു പുള്ളിക്ക് വേറെന്തോ അറിയാം, ഒരു മിസ്റ്റീരിയസ് തിങ് പുള്ളി ഒളിപ്പിച്ചു വെക്കുന്ന പോലെ. നമ്മൾ മറ്റേ വേറൊരു പടത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞേ, അതാ മനസ്സിലാവുള്ളൂ. ബാറ്റ്മാൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ വരും. പുള്ളി മനസ്സിലായി, നമുക്ക് എന്തോ ഒരു സാധനം, എന്തോ ഒന്ന് നമുക്ക് കിട്ടുന്ന പോലെ, അല്ലെ പുള്ളി എന്തോ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെ പുള്ളിക്ക് വേറെന്തോ അറിയാവുന്ന പോലെ. മനസ്സിലല്ലേ? പുള്ളിക്ക് അതല്ല, വേറെ എന്തൊക്കെയോ അറിയാം, പുള്ളിയുടെ നമുക്ക് എന്തോ കിട്ടാനുള്ള ഒരു ഫീൽ നമുക്ക് വരും. അത് മുരളീഗോപിയുടെ സിനിമയ്ക്കൊന്നും തോന്നുന്നു അങ്ങനെ. എന്താണ് ഫ്രണ്ടിന് മേലെ വെസ്റ്റിക്ക് താഴെ എന്താ പറയുന്നത്? അതായത് സൂപ്പർ ഹീറോ ലെവലോട്ട് പോകുന്നില്ല, പക്ഷെ അതിന്റെ താഴെ എന്തോ ഒരു സാധനമുണ്ട്. എന്നാൽ അമാനുഷികമായിട്ട് എന്തോ ഒരു സാധനം, എന്തൊക്കെയോ ആശയങ്ങൾ, ആദർശങ്ങൾ, അതാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് ഇപ്പൊ നമുക്കായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ഒന്ന് പുള്ളിക്ക് പറയാനുള്ള പോലെ നമുക്ക് തോന്നിപ്പോകും. നമുക്ക് ചില സിനിമകളൊക്കെ, ചില ഷോട്ടുകൾ, ചില ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേന്, അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമ കാണുമ്പോഴത്തേന് എന്നാ പറയുന്നത്, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോലൊക്കെ തോന്നിപ്പോകും. എന്തോ പുള്ളിക്ക് എന്തോ പറയാനുള്ള, അത് എങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. എന്തോ ഒന്ന് ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ റൈറ്റർ ആണ് മുരളീഗോപിയുടെ സിനിമ കാണുമ്പോൾ തോന്നുന്നു, ഇപ്പൊ പ്രശാന്ത് നീലിന്റെ പടം കാണുമ്പോഴത്തേന് അങ്ങനെ തോന്നുന്നു. പുള്ളിക്ക് എന്തോ ഒരു സാധനം, എന്തോ ഇതിൽ കൂടുതൽ എന്തോ പുള്ളിക്ക് പറയാനുണ്ട്, പുള്ളിക്ക് ചെയ്യാനുണ്ടെന്ന് വന്നൊരു ഫീൽ വരും.
എനിക്ക് ക്രിസ്റ്റഫർ നോളന്റെ സിനിമ കാണുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഉം. ചില സിനിമകളുള്ളൂ കേട്ടോ. ഉം. ഏതാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം? എനിക്ക് എനിക്ക് ഡാർക്ക് നൈറ്റ് തന്നെ ഇഷ്ടം, ഏറ്റവും ആ ഇഷ്ടം. പക്ഷെ ഇൻസെപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡാർക്ക് നൈറ്റിന്റെ അകത്ത് ഈ പറയുന്ന നീ പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിന്റെ അകത്ത് എനിക്ക് തന്നെ മറ്റേ ജോക്കറിന്റെ അല്ലാതെ മറ്റേ ബെയിനിന്റെ കഥയില്ലേ, ബെയിനിന്റെ ആ. കഥയ്ക്കകത്ത് തോന്നുന്നു നീ പറയുന്ന കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് വർക്കാണെന്ന് തോന്നുന്നു. ആ ഒരു ഇതിന് മുകളിൽ എന്തോ ഉണ്ട്. കാരണം അവൻ ആ കുഴിക്കകത്തുനിന്ന് മനസ്സിലാകുന്നുണ്ടോ, ഫൈറ്റ് ചെയ്ത് ഇറങ്ങി വരുന്ന. ഡാർക്ക് നൈറ്റ് വിടുവാണെങ്കിൽ തന്നെ ഇല്ലേ, ബാക്കിയുള്ള സിനിമകൾ നോക്കുവാണെങ്കിലും അതായത് നമ്മൾ നോർമൽ ഒരു ഡയറക്ടർമാരുടെ വിഷനിൽ നിന്ന് എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ നമുക്ക് എന്തോ ഒരു കാര്യം പുള്ളി നമുക്ക് മറ്റേ കെൻഡ്രിക് ലാമറിന്റെയും അല്ലെങ്കിൽ രഹാനയുടെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ അവർ അതിന്റെ എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീൽ വരും നമുക്ക്. അവരെന്തോ ഹൈഡ് ചെയ്യുന്നല്ലോ. ആ ഒരു സെറ്റപ്പ് ഉണ്ട് ക്രിസ്റ്റഫർ നോളന്റെ സിനിമയ്ക്ക്. എക്സാമ്പിൾ ബ്ലാക്ക് പാന്തർ ആണോ നീ പറഞ്ഞു വരുന്നത്? ബ്ലാക്ക് പാന്തറിന് ആ ഫീൽ ആണ് ഇല്ല. അത് ഡയറക്റ്റ് നമുക്ക് എന്താ പറയണ്ടേ, അത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതിനകത്ത് പക്ഷെ അത് ഡയറക്റ്റ് പറയുകയോ ചെയ്യുന്നത്. അതിന്റെ പൊളിറ്റിക്സ് എല്ലാം ഡയറക്റ്റാ. അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും, പക്ഷെ അത് ഡയറക്റ്റ് തന്നെ പറയുന്നത്. പക്ഷെ ഇത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു വിഷൻ അല്ല ഉദ്ദേശിച്ച്. ഇത് വേറൊരു തരത്തില് ഒരു എന്താ പറയണ്ട, ഒരു കുറച്ചുകൂടെ എന്താ പറയണ്ട ഒരു അത് ഞാൻ ആ ഡയറക്ടറിന്റെ കാര്യം ഉദ്ദേശിച്ചോട്ടോ, സിനിമകളുടെ കാര്യമില്ല. ആ ഡയറക്ടറിന്റെ നമ്മളെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു ആ പുള്ളിയുടെ. സിനിമയ്ക്കകത്ത് ഓക്കെ, സിനിമയ്ക്കകത്ത് ഒബ്വിയസ്ലി അതിന്റെ 2-3 ലെയർ കാണും. പക്ഷെ പുള്ളിയാണോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്? അല്ല, എഴുതിയേക്കുന്നത് അല്ലല്ലോ. എന്നുവെച്ചാൽ ഈ പടം അല്ല, പൊതുവെ പുള്ളിയുടെ ഇതല്ലേ ഇവർക്ക്. അപ്പൊ നീ ആ റൈറ്ററിന്റെ ഉള്ളിൽ ഉണ്ടെന്നാണോ അതോ ഇയാളുടെ ഉള്ളിൽ ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? ശരി, റൈറ്ററിന്റെ ഉള്ളിലും ഒന്നത് ഇത് കൺസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ എത്രമാത്രം അതിനെപ്പറ്റി ആ വിഷൻ എത്രമാത്രം ഉണ്ടായിരിക്കും അതിനെപ്പറ്റി. മനസ്സിലായി. സത്യം പറയാ നീ പറഞ്ഞ പോലെ തന്നെ എഴുതുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ അകത്ത് ഇതുള്ളത്. പക്ഷെ അത് വായിച്ചു നോക്കിയിട്ടേ ഒരു മണ്ടനാണെന്നുണ്ട്, അത് വായിച്ചു നോക്കിയിട്ട് ഇതെന്തായിട്ട് കഥയെന്ന് പറയാൻ പുള്ളിക്ക് അത് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ സാധനം. അത് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും പുള്ളി അത് എന്നെ പറയണ്ടേ, അങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കതങ്ങനെ തോന്നുന്നു. നമ്മള് നോർമലി ഇപ്പൊ പ്രശാന്തിന്റെയിലും അങ്ങനെ മാസ് മസാല സിനിമയാണെന്ന് പറഞ്ഞെങ്കിലും അതിനകത്തൊരു എന്തോ ഒന്ന് പുള്ളി അതിനകത്ത് ചെയ്ത പുള്ളി ഇന്റർവ്യൂ നിങ്ങളൊക്കെ എന്ത് നല്ല സിനിമകൾ എടുക്കുന്നതൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് പുള്ളി ഞാൻ ഒരു മാസ് മസാല പടങ്ങൾ എപ്പോഴും എടുക്കുന്ന പുള്ളി പറഞ്ഞിട്ട് പുള്ളി ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം ഉണ്ടല്ലേ ഇതിപ്പോ കണ്ടപ്പോ ഞാൻ 4DX പോയി കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടില്ല. അത് കാണാനുള്ള ഇവിടെ തിയേറ്ററൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ മലയാളം പടം മാത്രമേ എടുത്തുള്ളൂ. എറണാകുളത്തല്ലേ? ഇവിടെ ഇല്ലേ? അവിടെയെങ്കിലും ഇല്ലേ? ഓടുന്നില്ലേ? അല്ല, അവിടെ ഉണ്ട്, പക്ഷെ എത്ര നാൾ ഓടുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഓൾറെഡി നല്ല 2-3 പടം ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. അപ്പൊ ഭയങ്കര പാടാണ്. നെഗറ്റീവ് പറയുന്നുണ്ട് ആൾക്കാർ, നെഗറ്റീവ് പറയുന്നുണ്ട് പടത്തിന്. നെഗറ്റീവ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞ പോലെ 4DX കാണുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിന് വെള്ളം, ഇത് ഫയർ. അപ്പം ഏകദേശം അതിന്റെ ഒരു ഒന്നും കൂടെ കുറച്ചും കൂടെ ഒരു എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വേർഷൻ ആയിട്ടാ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടും, അതിന്റെ സംശയമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്നാ തിയേറ്റർ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെ കഥ എല്ലാവർക്കും നെഗറ്റീവ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഒരു മടുത്തത്, പുതുതായിട്ടൊന്നും ഇല്ലാത്ത പോലെ ഒരു ഫീൽ ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, അത് സോൾവ് ചെയ്യും, അതല്ലേ. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യണം, ഞാൻ കാണുന്നുണ്ട്. കാരണം അവതാറിന്റെ 4-ാമത്തെ 5-ാമത്തെ കഥ ഈ ടീം ഭൂമിയിൽ വരുന്നതായിട്ട് പറയുന്നതായിട്ട്. നല്ലത്, എനിക്ക് ഇഷ്ടമാണ് പൊതുവെ. ഞാൻ ആൾക്കാരുടെ ജനറൽ ആയിട്ടുള്ളൊരു ഇതാ പറഞ്ഞത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് 1, 2 എല്ലാം അങ്ങനെ ആണല്ലോ. 1, 2, 3, 4 ഒക്കെ അടുക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ആൾക്കാർ മടുക്കും. മടുക്കാത്ത സിനിമയുണ്ട്, അത് വേറെ കാര്യം. ഈ അവതാറിനൊരു ഇത് കേട്ടായിരുന്നു, ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞ പിന്നെ പോസ്റ്റ് അവതാർ സിൻഡ്രം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഈ അവതാറിന്റെ അകത്ത് കാണിച്ചേക്കുന്ന സ്ഥലങ്ങളില്ലേ, ആ സ്ഥലങ്ങളിൽ കണ്ടിട്ട് മനുഷ്യന്മാർ പിന്നെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഈ ബിൽഡിങ്ങും റോഡും സാധാരണ വണ്ടികളൊക്കെ അല്ലേ, മറ്റേന്ന് പറഞ്ഞാൽ വേറൊരു ഒരു ഇമാജിനറി വേൾഡ് ആണല്ലോ. അപ്പൊ ആ ഒരു സാധനം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ അത് കാണിച്ചായിരുന്നു. അപ്പം ആദ്യത്തെ പടത്തിന്, 2-ാമത്തെ പടത്തിൽ അത്രയും വന്നിട്ടില്ല. അത് നീ കേട്ടിട്ടുണ്ടോ?
ഇല്ല. ഓക്കെ. രണ്ടാമത്തെ പടം അവതാറിന്റെ അവതാറിന്റെ ഫസ്റ്റ് പടം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞപ്പം ആൾക്കാർ ആ ലോകത്തായി പോയെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരെന്താ പാണ്ടോറയോ അങ്ങനെ ഒരു സ്ഥലമല്ലേ അത്. അപ്പൊ ആ സ്ഥലം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ പേരുണ്ടായിരുന്നു. അതൊരു സ്റ്റഡി നടത്തി പോസ്റ്റ് അവതാർ സിൻഡ്രോം ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത കേട്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർക്ക് തോന്നും. ക്രിസ്റ്റഫർ നോളന്റെ പടമായ ജെയിംസ് കാമറൂൺ വന്നിരിക്കുക. ഓക്കെ. അപ്പൊ ഓക്കെ, ക്രിസ്റ്റഫർ നോളനെ പറ്റി പറയാനായിട്ട് ജെയിംസ് കാമറൂൺ വന്ന് ഈ ട്രെയിലറിനകത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒന്നും റിവീൽ ചെയ്യുന്നില്ല. ഇനി അടുത്ത 1-2 വരുമായിരിക്കും. ഒരു ട്രെയിലർ കൂടെ വരുമോ ഇനി? വരുമായിരിക്കും. ഓക്കെ, നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാം ഇതിന്റെ അകത്ത് പുള്ളിയുടെ പടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം.